സാർ, ഇപ്പം ഇറാൻ വീണ്ടും ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചു എന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഭൂഖണ്ഡാന്തര മിസൈലുകളൊക്കെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെ തന്നെ ആയിരിക്കില്ലേ? അമേരിക്കയാണ് ലക്ഷ്യം എന്ന് പറയാം. 5500 കിലോമീറ്ററാണ് അതിന്റെ റേഞ്ച്. അപ്പോൾ അമേരിക്കയിൽ വരെ എത്താവുന്ന വിധത്തിലാണ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ICBM ഇപ്പൊ പരീക്ഷിച്ചിരിക്കുന്നത്. രഹസ്യമായിട്ടാണ് പരീക്ഷിച്ചിരിക്കുന്നത്. ഉത്തര കൊറിയ ഒക്കെ ചെയ്യുന്നത് പോലെ ഇത് മയക്ക് വെച്ച് വിളംബരമൊന്നും ചെയ്തിട്ടില്ല. ഉത്തര കൊറിയയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ സൗത്ത് കൊറിയയിൽ നിന്ന് അറിയാൻ പറ്റും അമേരിക്കയ്ക്ക്. ഇത് ഇറാൻ മാധ്യമങ്ങളൊന്നും ഇത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇറാനിലെ ഒരു MP ഇത് ഒരു TV ചാനലിനോട് പറഞ്ഞപ്പോഴാണ് ഒരു സ്ഥിരീകരണം പോലെ വന്നിരിക്കുന്നത്. കാരണം ആകാശത്ത് പല പ്രകാശ വിധാനങ്ങളും ഒക്കെ കണ്ടു ഈ വിക്ഷേപിക്കുമ്പോൾ. അത് ആളുകൾ കാണുകയൊക്കെ ചെയ്തിരുന്നു. MP TV ചാനലിനോട് പറഞ്ഞപ്പോഴാണ് ഒരു സ്ഥിരീകരണം പോലെ വന്നത്. ഇത് ചെയ്തത് ഇമാം ഖുമൈനി സ്പേസ് പോർട്ടിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. അതായത് സാധാരണ റോക്കറ്റുകളുടെയൊക്കെ വിക്ഷേപണത്തറയില്ലേ, അത് നിൽക്കുന്ന സ്ഥലമുണ്ട് നമ്മുടെ ശ്രീഹരിക്കോട്ടയൊക്കെ പോലെ. അപ്പോൾ അങ്ങനെ ഇമാം ഖുമൈനി സ്പേസ് പോർട്ടിൽ നിന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 12 ദിവസത്തെ യുദ്ധം നടന്നല്ലോ ഇസ്രയേലുമായിട്ട്. അതിന് ശേഷവും ഇറാൻ അടങ്ങിയിട്ടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. കഴിഞ്ഞ ആഴ്ച ആണ് ഈ പരീക്ഷണം നടന്നിരിക്കുന്നത്, കഴിഞ്ഞ വ്യാഴാഴ്ച. അപ്പോൾ സെപ്റ്റംബർ 18-ാം തീയതി ആണ് ഇത് നടന്നിരിക്കുന്നത്. സ്പേസ് ലോഞ്ചുകൾ നടക്കുന്ന സ്ഥലമാണത്. അതായത് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണമാണ്. മിസൈലിൻ്റെയൊക്കെ റീച്ച് എവിടം വരെ, ഭൂഖണ്ഡാന്തര ആ റേഞ്ച് കൂട്ടാനുള്ള ഒരു പരീക്ഷണമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. സെപ്റ്റംബർ 18-ാം തീയതി ഇത് ഉണ്ടായപ്പോൾ ഇറാനിലെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഇത് വന്നിരുന്നു. അതായത് ഇമാം ഖൊമൈനി സ്പേസ് പോർട്ട് സെംനാൻ എന്ന് പറഞ്ഞ പ്രവിശ്യയിലാണ് ഇറാനിലെ. അപ്പോൾ സെംനാൻ പ്രവിശ്യയിലെ ആകാശത്തിൽ ഈ അസ്തമയ സമയത്ത് റോക്കറ്റ് പോകുമ്പോൾ ഒരു ട്രെയിൽ വരില്ലേ, ഇങ്ങനെ മേഘം പോലെയൊക്കെ, അങ്ങനെ നിറമുള്ള ഒരു വിക്ഷേപണ വാലും ഒക്കെ പോലെ ഇത് റോക്കറ്റ് ട്രെയിൽ കണ്ടെത്തിയിരുന്നു. അതിനു മുമ്പ് പ്ലാനറ്റ് ലാബ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമാണല്ലോ ഈ ഉപഗ്രഹ ചിത്രങ്ങൾ കൂടുതൽ എടുക്കുന്നത്. പ്ലാനറ്റ് ലാബ്സ് എടുത്ത ഉപഗ്രഹ ചിത്രത്തിൽ ഈ സർക്കുലർ പാഡ് കണ്ടിരുന്നു. ഇതിൻ്റെ ഭ്രമണപാത എന്ന് പറയാം റോക്കറ്റിൻ്റെ, അത് കണ്ടിരുന്നു. 230 കിലോമീറ്റർ ടെഹ്റാനിൽ നിന്ന് തെക്ക് കിഴക്കായിട്ടാണ് ഈ സെംനാൻ പ്രവിശ്യ, ഈ സ്ഥലം ഉള്ളത്. ഇത് സംഭവിച്ച സ്ഥലം ICBM ഇന്റർകോണ്ടിനെന്റൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ച സ്ഥലം ടെഹ്റാനിൽ നിന്ന് 230 കിലോമീറ്റർ തെക്ക് കിഴക്ക്. അപ്പോൾ നീല, ചുവപ്പ്, വെള്ള, പച്ച ഈ നിറങ്ങൾ ഇറാന്റെ പതാകയിലുള്ളതാണ്. ഇതൊക്കെ ഈ ആകാശത്ത് കാണാനുണ്ടായിരുന്നു. സെപ്റ്റംബർ 18-ന് ശേഷം ഇത് മങ്ങി, നിറമൊന്നും ഇല്ലാതെ ആയി. അപ്പോൾ ഈ ബുധനാഴ്ചയും കഴിഞ്ഞ ദിവസം ഉപഗ്രഹ ചിത്രം പ്ലാനറ്റ് ലാബ്സ് എടുത്തത് കിട്ടിയിട്ടുണ്ട്. അതിൽ ലോഞ്ചിന് ശേഷം ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതിന് ശേഷം ഉള്ളൊരു കത്തലുണ്ടല്ലോ, അതിൻ്റെ തീനാളങ്ങളൊക്കെ വരുമല്ലോ. റോക്കറ്റ് വിക്ഷേപിച്ച് കഴിയുമ്പോൾ എഞ്ചിനിൽ നിന്നുള്ള നാളങ്ങൾ, തീനാളങ്ങൾ വരുമല്ലോ, അത് ഉപഗ്രഹ ചിത്രത്തിൽ കാണുന്നുണ്ട്. അത് തെളിയിക്കുന്നത് ഈ എക്സ്പെർട്ടുകൾ പറയുന്നത് ഖര ഇന്ധനം ആയിരുന്നു ഇതിൽ എന്നാണ്, സോളിഡ് ഫ്യൂവൽ. അതുകൊണ്ടാണ് ഈ തീനാളങ്ങൾ, എഞ്ചിനിൽ നിന്നുള്ള കത്തലുകൾ ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണുന്നത്. സോളിഡ് ഫ്യൂവൽ മിസൈൽ ആണ്, ഖര ഇന്ധന മിസൈൽ ആണ് ഇത്. അത് അങ്ങനെ നാളങ്ങൾ വരാൻ കാരണം അലൂമിനിയം ഓക്സൈഡ് കത്തിയിട്ട് അതിൻ്റെ പാടുകളാണ് ഈ കാണുന്നത്. അലൂമിനിയം ഓക്സൈഡ് കത്തിയിട്ട്. അപ്പോൾ നോർത്ത് സൗത്ത്, അതായത് വടക്കും തെക്കുമായിട്ടാണ്
ഈ കത്തിയ പാടുകൾ കാണുന്നത്. അവിടുത്തെ ഇറാനിലെ MP മൊഹ്സൻ സാംഗന്നെ ആണ് ഇത് ചാനലിനോട് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ICBM വ്യാഴാഴ്ച, ഇന്നലെയല്ല കഴിഞ്ഞ വ്യാഴാഴ്ച പരീക്ഷിച്ചു എന്നുള്ളത്. അയാളിത് TV യോട് പറയുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ ഇസ്രയേലും ഈ പാശ്ചാത്യ രാജ്യങ്ങളും നമ്മളെ നശിപ്പിക്കാനായിട്ട് നടക്കുന്നു. നമ്മൾ പക്ഷേ നമ്മൾ വഴങ്ങില്ല. മാത്രമല്ല, നമ്മൾ ആണവ സമ്പുഷ്ടീകരണം നിർത്താനും ഉദ്ദേശിക്കുന്നില്ല. ഭീഷണിയിലൊന്നും നമ്മൾ ഭയക്കില്ല, ഞങ്ങൾ ഭയക്കില്ല എന്നാണ് പറയുന്നത്. ഈ പരീക്ഷിച്ച ICBM-ന് 5500 കിലോമീറ്റർ റേഞ്ച് വരും. 2000 കിലോമീറ്റർ കിട്ടിയാൽ തന്നെ മിഡിൽ ഈസ്റ്റ് മുഴുവൻ, ഗൾഫ് മുഴുവൻ അതിൻ്റെ പരിധിയിൽ വരും. ഇസ്രയേൽ വരും. ഗൾഫിലെ അമേരിക്കൻ താവളങ്ങൾ തകർക്കാനൊക്കെ അത് മതി. യൂറോപ്പ് മൊത്തം അതിൻ്റെ റേഞ്ചിൽ വരും. അമേരിക്കൻ കമാൻഡ് ഇതുവരെ ഇതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ലോഞ്ച് സ്ഥലത്തിൽ നിന്ന് തന്നെ, ഈ ഇമാം ഖൊമൈനി സ്പേസ് പോർട്ടിൽ നിന്ന് തന്നെ മുമ്പ് ഖര-ഇന്ധന മിസൈൽ വിക്ഷേപിച്ചിട്ടുണ്ട്. അത് സുലിജന എന്നാണ് ആ മിസൈലിൻ്റെ പേര്, സുലിജന. അത് സുലിജന എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, ഇമാം ഹുസൈൻ ഉണ്ടല്ലോ, ഖലീഫയായിരുന്ന ഇമാം ഹുസൈൻ്റെ കുതിരയുടെ പേരാണ് സുലിജന. അതാണ് മിസൈലിന് ഇട്ടത്. അത് ഈ ഇമാം ഹുസൈൻ എന്ന് പറയുന്നത് പ്രവാചകന്റെ കൊച്ചുമകൻ ആണ്, പേരക്കുട്ടി. പക്ഷെ ഷിയ ആണ്. കർബലയിലെ കൂട്ടക്കൊലയിൽ, അത് കർബലയിലെ കൂട്ടക്കൊല ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ സംഭവങ്ങളിലൊന്നാണ്. ആ കർബലയിലെ കൂട്ടക്കൊലയിലാണ് ഇമാം ഹുസൈൻ വധിക്കപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളും. അപ്പോൾ 7-ാം നൂറ്റാണ്ടിലാണ് അത് സംഭവിക്കുന്നത്, കർബലയിലെ കൂട്ടക്കൊല. അദ്ദേഹത്തിൻ്റെ കുതിരയുടെ പേരാണ് ഇത്. അപ്പോൾ അണ്വായുധവും ഈ ICBM-ന് വഹിക്കാം എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ ശരിക്കും ഇപ്പം വാർത്തകളിലൊന്നും ഇറാൻ നിറഞ്ഞു നിൽക്കുന്നില്ല. ആകെപ്പാടെ നമ്മൾ കേട്ടത് ഇപ്പം ഈ ദോഹയിൽ നടന്ന മീറ്റിങ്ങിൽ ഇറാനും കൂടി പങ്കെടുത്തു, അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഉണ്ട് എന്നൊക്കെ പറയണം. അപ്പോൾ അവിടെ ഇറാൻ ഒരു റോൾ എടുക്കാൻ ശ്രമിച്ചു, പക്ഷേ വിജയിച്ചില്ല. ഇവിടെ ഇപ്പോൾ അമേരിക്കയുടെ ഭീഷണി ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും, അല്ലെ ഇസ്രായേലിൻ്റെ ഭീഷണി ഉണ്ടാകുമെന്ന് ഇറാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ പറയുന്ന പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇപ്പോഴും തയ്യാറാക്കി വെക്കുന്നു, ആണവ സമ്പുഷ്ടീകരണമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇത് നിർത്താൻ പറ്റില്ലല്ലോ അന്നേരം. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, 8 ഈ ആണവ നിലയങ്ങൾ ഇറാനിൽ പണിയാനായിട്ട് റഷ്യയും ഇറാനും തമ്മിൽ കരാർ ഒപ്പുവെച്ചു മിനിഞ്ഞാന്ന്. അപ്പൊ നേരത്തെ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അല്ലേ? എന്നാൽ റഷ്യ വരുമോ എന്നൊക്കെ നമ്മൾ കരുതിയിരുന്നു. ഇത് ചെറിയ ആണവ നിലയങ്ങളാണ്. അത് ഈ ഊർജോൽപാദനത്തിന് വേണ്ടി, വൈദ്യുതി ക്ഷാമം വലുതായിട്ടുണ്ടല്ലോ അവിടെ, പവർ കട്ട്. അപ്പൊ വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാനും റഷ്യയും കൂടി സംയുക്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച ഒരു മിസൈൽ റഷ്യ റോയൽറ്റി കൊടുക്കാതെ, ഇറാന് പൈസയൊന്നും കൊടുക്കാതെ പരിഷ്കരിച്ച് യുക്രൈനെതിരെ തന്നെത്താനെ ഫാക്ടറികളിൽ നിർമ്മിച്ച് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് 2 രാജ്യങ്ങളും തമ്മിൽ അകൽച്ചയുണ്ടായി എന്നാണ്. ബന്ധം മുറിഞ്ഞു എന്നൊക്കെ അത് ആ സമയത്ത് നമ്മളിത് ചർച്ച ചെയ്തിരുന്നു. പക്ഷെ ആ അകൽച്ച നീണ്ടു നിൽക്കാൻ സാധ്യതയില്ല എന്നും നമ്മൾ ആ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം എന്താണ്, ഇറാന് റഷ്യയെ ആവശ്യമുണ്ട്, റഷ്യക്ക് ഇറാനെയും ആവശ്യമുണ്ട്. കാരണം ഇപ്പോൾ ഈ അമേരിക്കയുടെ താരിഫ്, അമേരിക്ക വലിയ ശത്രുവാണ്, റഷ്യയും ഇന്ത്യയും ഇപ്പൊ ചൈനയും തമ്മിലൊക്കെ ഒരു അച്ചുതണ്ട് രൂപം കൊണ്ടിട്ടുണ്ടല്ലോ. അതെ, ഇറാനിലേക്ക് ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വഴി റെയിൽ ഗതാഗതം ഉണ്ടല്ലോ ഇപ്പോൾ, ചരക്ക് ഗതാഗതമൊക്കെ. അപ്പം ഈ രാജ്യങ്ങൾ തമ്മിൽ സഹകരിച്ചേ പറ്റുള്ളൂ ഈ മേഖലയിൽ. അപ്പോൾ ഇറാൻ ഈ പല ഘട്ടങ്ങളിലും ഇറാനിൽ നിന്നും ചിലപ്പോൾ ഷാഡോ ഇല്ലേ, എണ്ണ ചൈനയിലേക്കൊക്കെ പോകുന്നതായിട്ടൊക്കെ നമുക്കറിയാം. ഷാഡോ ഫ്ലീറ്റ് എന്ന് പറയില്ലേ, കണ്ടെത്താൻ കഴിയാതെ മറ്റേ രഹസ്യമായിട്ട് എത്തിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അത് ഈ പൊളിക്കാൻ പോകുന്ന കപ്പലുകളൊക്കെയാണെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അതെ. അപ്പോൾ 8 ആണവ നിലയങ്ങൾ പണിയാൻ റഷ്യ അത് വ്യക്തമാക്കിയിട്ടുണ്ട്.
ഇത് മറ്റേ ആണവൊന്നുമല്ല, ഇത് വൈദ്യുതി വൈദ്യുതി ഉത്പാദനത്തിന് വേണ്ടിയിട്ടാണ്. അതെപ്പോഴും അങ്ങനെയാണല്ലോ പറയുക, സിവിലിയൻ യൂസിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യം ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞാണ്. അതിൻ്റെ വിശദാംശങ്ങൾ കുറേ ഉണ്ട്. എന്നാലും അങ്ങനെയും റഷ്യയും ഇറാനും തമ്മിൽ ഇതിൻ്റെ അകൽച്ചയില്ല പശ്ചാത്തലത്തിൽ അതും കൂടി നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ റഷ്യ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തല്ലോ, റഷ്യയുടെ ഒരു അന്തർവാഹിനി നോർവേയുടെ തീരത്ത് അമേരിക്കയുടെ വിമാനവാഹിനി ജെറാൾഡ് ഫോർഡിനെ കഴിഞ്ഞ ദിവസം ആക്രമിക്കാൻ പോയി. സ്ട്രൈക്കിംഗ് ഡിസ്റ്റൻസിലെത്തി. അപ്പോഴേക്കും നാറ്റോയുടെ വിമാനങ്ങളൊക്കെ പല താവളങ്ങളിൽ നിന്ന് പറന്ന് ഭീഷണിപ്പെടുത്തി ഇതിനെ ഓടിച്ചു. പക്ഷെ അതിനെ വേട്ടയാടി പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ശീതസമരം മുമ്പ് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ശീതസമരം ഉണ്ടായിരുന്നല്ലോ. ഇത് അവസാനിച്ചു ഗോർബച്ചേവിന് ശേഷം എന്ന് കരുതിയിരുന്നല്ലോ. ശീതസമരം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഇതാണ് സംഭവം. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു ഭാഗമാണ് ഈ റഷ്യയും ഇറാനും വീണ്ടും ശക്തമാണ്. അപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ പിന്തുണ ഇറാനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അമേരിക്കക്കെതിരെ ആണല്ലോ ഈ പരീക്ഷണം. അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരെ, വേറെ ആർക്കെതിരെ? അല്ലാതെ ഗൾഫിലെ ഏതെങ്കിലും രാജ്യത്തിന് എതിരെ ഉടനെ കയറി ഉപയോഗിക്കാനൊന്നുമില്ല. ഇറാൻ അങ്ങനെയൊന്നും കയറി ആക്രമിക്കാൻ സാധ്യതയില്ല. രണ്ട് ശത്രുക്കളുണ്ട്, ഇസ്രയേൽ പ്രധാനപ്പെട്ട ശത്രു, പിന്നെ അമേരിക്കൻ താവളങ്ങൾ ഗൾഫിൽ തന്നെയുള്ളത്. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വരാത്തത് കൊണ്ട് നമ്മൾ പറയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.